സത്യം പറഞ്ഞാൽ എന്നെ കല്ലെടുത്തെറിഞ്ഞ് പാഞ്ഞവർ പലരും ഇന്നെൻ്റെ സ്നേഹിതന്മാരാണ്. അപ്പോൾ ഫുട്ബോളിൽ എപ്പോഴും അവിടെ എല്ലാവർക്കും ഡ്രസ്സും മേക്കപ്പ് മാനും ഇസ്തിരിക്കിടാനുള്ള ആളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബുള്ളറ്റിൽ പോടും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കാറിൽ പോടും. എൻ്റെ വേഷം, എൻ്റെ ജുബ്ബ, എൻ്റെ പാൻറ്, എൻ്റെ തൊപ്പി. കാരണം എനിക്ക് അവിടെ അഭിനയിക്കേണ്ട വിഷയമൊന്നും വന്നിട്ടില്ല. എന്താണ് അതെ, അവിടെ എല്ലാവർക്കും ഡ്രസ്സും മേക്കപ്പ് മാനും ഇസ്തിരിക്കിടാനുള്ള ആളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബുള്ളറ്റിൽ പോടും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കാറിൽ പോടും. എൻ്റെ വേഷം, എൻ്റെ ജുബ്ബ, എൻ്റെ പാൻറ്, എൻ്റെ തൊപ്പി. കാരണം എനിക്ക് അവിടെ അഭിനയിക്കേണ്ട വിഷയമൊന്നും വന്നിട്ടില്ല. എന്താണ് അതെ. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഫുട്ബോൾ കാര്യങ്ങൾ കാണാറൊക്കെ ഉണ്ടോ? സെവൻസുകളൊക്കെ ഞാൻ ഇതേമാതിരി പിന്നെ ഫങ്ഷനുകൾ കമ്മിറ്റികൾ വിളിക്കും. അവർ വണ്ടി അയച്ചാൽ അല്ലെങ്കിൽ വണ്ടി വിളിച്ചു പോകും, കളി കാണും. പക്ഷെ സൂപ്പറിൻ്റെ കളി ഞാൻ കാണാറില്ല. കാരണം അതിനൊരു കാരണം സൂപ്പറിൻ്റെ കളിയിൽ ടെൻഷൻ ഞാൻ വല്ലാണ്ട് ടെൻഷൻ അടിക്കും. ബൈക്ക് ഓടുന്ന ആക്കല്ല പ്രശ്നം, ബാക്കിലിരിക്കണ ആൾക്ക്. അപ്പോൾ ഞാൻ കളിക്കുകയാണെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഫുട്ബോളിന് ഗെയിംസുകൾക്ക് പൊതുവെ അങ്ങനെ പ്രശ്നമുണ്ട്. അത് ആരാധകരായാലും ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ. കളിക്കളത്തിൽ അവരനുഭവിക്കുന്ന 10 മടങ്ങ് ടെൻഷൻ ഇവിടെ ഗാലറിയിലുണ്ടാവും. ഗാലറിയിൽ സത്യം പറഞ്ഞാൽ ഫുട്ബോൾ ഗാലറിയിലാണ് നടക്കുന്നത്. ആരവങ്ങളാണ് ഫുട്ബോളിനെ മനോഹരാക്കുന്നത്. ശരിയാണ്. ഓരോ ടീമിൻ്റെയും ഫാൻസ് എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. ആ ഫാൻസുകൾ നമ്മൾക്കെതിരായിരിക്കാം അവർ, പക്ഷേ എന്നിരുന്നാലും പിന്നെ ആ ഫാൻസുകൾ ഉണ്ടാക്കുന്ന അലയൊലികൾ, ആവേശങ്ങൾ, പാട്ടുകൾ, ബാൻഡ്, ജേഴ്സി ഡിസ്പ്ലേ, ഇതെല്ലാം ഒരു കളിനെ ആവേശമാക്കുന്നത്. ഇപ്പോൾ സൂപ്പറിൻ്റെ എതിരാളികളാണെങ്കിലും ഞാൻ അവരെ സ്നേഹിക്കണം. കാരണം ആ എതിരാളികളുടെ പിന്നെ ആവേശമാണ് ആ ടീമിനെ കളിപ്പിക്കുന്നത്. അതുപോലെ എൻ്റെ ടീമിൻ്റെ ആളുകളുണ്ടാവും, ആ ആവേശം എൻ്റെ ടീമിനെ കളിപ്പിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ആരവാണ് സത്യം പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്നുള്ളതാണ് എൻ്റെ എക്കാലത്തെ അഭിപ്രായം. ഇപ്പോൾ ഞാൻ കളിക്കുന്ന കാലത്ത് ഞാൻ കുറച്ച് ഫുട്ബോളിൽ റഫും ടഫൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ അത്യാവശ്യം റഫായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഡിഫെൻഡിങ് സത്യം പറഞ്ഞാൽ എന്നെ കല്ലെടുത്തെറിഞ്ഞ് പാഞ്ഞവർ പലരും ഇന്നെൻ്റെ സ്നേഹിതന്മാരാണ്. അപ്പോൾ ഫുട്ബോളിൽ എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ. വെറുപ്പിൻ്റെ ഫുട്ബോള് ശരിയല്ല. മനസ്സിലായില്ല. അപ്പോൾ ഇത് ഇപ്പോഴും ഫാൻസ് തരം തിരിഞ്ഞിട്ട് ഇപ്പോഴും വാഗ്വാദങ്ങൾ എനിക്ക് തോന്നുന്നു പഴയ പോലത്തെ ആ രീതിയിലില്ല. അപ്പോൾ അത് ഈ വാട്സപ്പിലേക്കൊക്കെ മാറി ചർച്ചകളും കാര്യങ്ങളൊക്കെ ഫാൻസ് തിരിഞ്ഞിട്ട്. പക്ഷേ നമുക്ക് സൂപ്പർ സ്റ്റുഡിയോക്ക് ഒരുപാട് ആരാധകരുള്ള ഒരു ടീമാണ് അന്നും ഇന്നും. പക്ഷേ ബാവക്ക് പേഴ്സണലായിട്ട് ഏത് ടീമിൻ്റെ ആരാധകൻ, മീൻസ് കൺട്രീസ്, ഇപ്പം വേൾഡ് കപ്പുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ടീമിൻ്റെ ആരാധകനാണോ? അല്ല, ഞാൻ ഒരു ബ്രസീലിയൻ ഫുട്ബോൾ ടീം ആരാധകനാണ് സത്യം പറഞ്ഞാൽ. അവിടെയാണ് ഫുട്ബോളിൻ്റെ പിന്നെ വ്യക്തിപരമായ ഫുട്ബോളിൻ്റെ ആസ്വാദനം അതൊരു വ്യക്തിക്കുള്ളതാണ്. ഒരു വ്യക്തിൻ്റെ പിന്നെ തീരുമാനത്തെ അല്ലെങ്കിൽ അവൻ്റെ മൈൻഡിലുള്ള അല്ലെങ്കിൽ അവൻ ആ ടീമിൻ്റെ ആരാധകനായ കാരണങ്ങൾ അവനെ അറിയുള്ളൂ. തീർച്ചയായിട്ടും. എൻ്റെ വീട്ടിൽ ഞാൻ ബ്രസീൽ ഫുട്ബോളിൻ്റെ ആരാധകനാകാൻ കാരണം ബ്രസീലിൻ്റെ മഞ്ഞക്കുപ്പായാണ് സൂപ്പർ സ്റ്റുഡിയോക്ക് ഇപ്പോഴും അധികം ഞാൻ ഇത് ചെയ്യല്. അപ്പോൾ പിന്നെ പെലെയാണ് അന്ന് ഞാൻ കളിക്കണ കാലത്തെ ഏറ്റവും വലിയ ലെജൻഡ്, ഏറ്റവും വലിയ ഫുട്ബോൾ ആരാധകൻ. അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV-യിലാണ് കളി കണ്ടിരുന്നത്. അതും എല്ലായിടത്തും ഇല്ല, വലിയ പൈസക്കാരെ വീട്ടിലോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കളി കണ്ടിരുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ അവിടെ പുറത്തേക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV വെച്ചിരുന്നു. ഇവിടുന്ന് നടന്നു പോകും, അവിടുന്ന് നടന്നു പോകും, അവിടുന്ന് കളി കണ്ട് തിരിച്ചു പോരും. ബ്രസീലിൻ്റെ കളിക്ക് എല്ലാത്തിനും കഴിയൂല. അങ്ങനെ പിന്നെ അന്ന് ബ്രസീലിയൻ ടീമിലുള്ള ഒട്ടുമിക്ക കളിക്കാരും നല്ല കളിക്കാരായിരുന്നു. പെലെ എന്ന് പറഞ്ഞാൽ അയാൾ മികച്ചു നിൽക്കുന്നെങ്കിലും ഈക്വലൈസ് ചെയ്ത പ്ലേയേഴ്സാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. അവന് കാണും. എന്നിരുന്നാലും എൻ്റെ വീട്ടിൽ എൻ്റെ മകന് അർജൻറ്റീനൻ്റെ ആളാണ്. അപ്പോൾ ഒരു വീടിനകത്ത് ഒരു കുടക്കീഴിൽ എല്ലാം കിട്ടും എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റാണ് സത്യം പറഞ്ഞ ഒരു വീട്. അതിൻ്റെ ഉള്ളിൽ അർജൻറ്റീന ഉണ്ടാവും, ബ്രസീൽ ഉണ്ടാവും, ഇംഗ്ലണ്ട് ഉണ്ടാവും. മകൻ പിന്നെ അർജൻറ്റീന ആണെങ്കിൽ മകള് CR7 ആണ്, റൊണാൾഡോ, പോർച്ചുഗൽ. മനസ്സിലായില്ലേ? അപ്പോൾ മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ സ്നേഹം എന്ന് പറഞ്ഞിട്ട് വ്യക്തിപരമായിട്ട് ഒരു കൊടക്കിയിൽ തന്നെ വിവിധ
അവിടെയാണ് രസം. അവിടെയും വീട്ടിനകത്ത് ടി വിയിൽ കളി കാണുമ്പോഴും ആരവങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം. അതാണ് ഫുട്ബോളിന്റെ ഒരു വലിയ സാധ്യത. നോക്കണം നിങ്ങൾ. ഗാലറിയിൽ ആരവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷെ അതേമാതിരിയുള്ള ആരവങ്ങൾ ഒരു വേൾഡ് കപ്പ് ക്ലബുകളിലും ഒക്കെ ഉണ്ട്. ക്ലബുകളിലും പിന്നെ ഏറുമാടം പോലെ കെട്ടിയിട്ട് അതിന് ഉള്ളില് ഇപ്പൊ ഒരു മൊബൈലില് പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്തിരുന്നാലും അല്ല, വേൾഡ് കപ്പ് എവിടെ നടന്നാലും അതിന്റെ യഥാർത്ഥ അല നടക്കുന്നത് മലപ്പുറത്ത് മലബാറിൽ. ഒരു 5 ആളുകൾ കൂടുന്നിടത്ത് 5 പേര് ചിലപ്പോ 5 ഫാൻസ് ആയിരിക്കാം. പക്ഷെ ഒറ്റ മനസ്സാണ് കളി കാണുന്നത്. ഒറ്റ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു സ്കൂട്ടറില് കൊട്ടിക്കലാശം ഉണ്ടാവും. ഫൈനലും അതുപോലെ വാശിയും കാര്യങ്ങളും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു വണ്ടിയിൽ പല കൊടികൾ യാത്ര ചെയ്യണം, പല രാജ്യത്തിൻ്റെ കൊടികളുമായിട്ട്. അതേമാതിരി തന്നെ പിന്നെ ഒരു സ്കൂട്ടർ മേലെ 3 ടീമിൻ്റെ ആൾ ഒരുമിച്ച് പോകണം, 3 കൊടിയായിട്ട്. അതൊക്കെ ഫുട്ബോളിൻ്റെ ഒരു സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഭാഗമാണ്. നമ്മൾ അസുഖമായിട്ട് ബന്ധപ്പെട്ട് തളർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് ഇങ്ങോട്ട് സജീവമായിട്ട് വരാൻ കാണിച്ചൊരു തൻ്റെ ഉണ്ടല്ലോ. ഇപ്പോഴും ഉണ്ടാവും വീടിനകത്തൊക്കെ തന്നെ പല ആളുകളും ഇത്തരത്തിൽ അസുഖമായിട്ട് ഇനി എൻ്റേത് കഴിഞ്ഞു, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞൊക്കെ വിഷമിച്ചിരിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. എന്താണ് അവരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? അത്തരം ആളുകൾ ഇപ്പോൾ ഞാൻ പണ്ടൊക്കെ എൻ്റെ പിൻപറ്റി ഫോളോവേഴ്സായിട്ടുണ്ടായിരുന്നവരൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ടും ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ടും ചിത്രകലയായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ പലരും നമ്മളെ കൂടെ വരാറുണ്ട്. ഇപ്പോൾ ഈ അസുഖവുമായി ബന്ധപ്പെട്ട പലരും ഇതേമാതിരി നമ്മുടെ കൂടെ വരുന്നുണ്ട്. നമ്മൾ ഇത് എന്താണ്, നിങ്ങളെവിടെ ട്രീറ്റ് ചെയ്ത്, നിങ്ങളാരെ കാണിച്ചത്, നിങ്ങളെങ്ങനെ റിക്കവർ ചെയ്ത് വന്ന്, രണ്ടാമത്തെ വട്ടം നിങ്ങളെങ്ങനെ മറികടന്ന് വന്നത്, എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പലരും വരാറുണ്ട്. അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു വിഷയം എന്താ വെച്ചാൽ, രോഗത്തെ നമ്മൾ ഭയപ്പെടാൻ പാടില്ല. അസുഖത്തെ ഭയപ്പെടാനേ പാടില്ല. അസുഖത്തിനെ ഫേസ് ചെയ്യുക. നമുക്ക് എന്തായാലും വന്നു, കൺഫേമായി. പക്ഷേ പിന്നെ അതിനെ എന്ത് ചെയ്യാൻ പാടില്ല, ഭയക്കാൻ പാടില്ല. സത്യം പറഞ്ഞാൽ പാമ്പ് കടിച്ചൊരു മനുഷ്യൻ ചിലപ്പോൾ വിഷമേൽക്കാതെ തന്നെ പേടിച്ച് മരിക്കുന്ന അവസ്ഥ പോലെ രോഗത്തിനെ പേടിച്ച് കഴിഞ്ഞാൽ ഒരു മരുന്നും സത്യത്തിൽ നമുക്ക് എഫക്റ്റ് ആവില്ല. ഏറ്റവും വലിയൊരു സംഭവം വേണ്ടത് വെച്ചാൽ നല്ല ഫേസ് ചെയ്യാനുള്ള നല്ലൊരു മനസ്സ് നമ്മൾ സ്വരൂപിച്ചിട്ട് നമ്മൾ പിന്നെ ആ രോഗത്തിനെതിരെ ഫൈറ്റ് ചെയ്യണം. അതിനെ പേടിക്കാതെ അതിനെ അഭിമുഖീകരിക്കണം. അതെന്തൊക്കെ തളർച്ച നമുക്ക് സമ്മാനിക്കുന്നുവോ, എന്ത് തളർച്ച നമുക്ക് സമ്മാനിച്ചാലും ആ തളർച്ച എങ്ങനെ ഓവർകം ചെയ്യണം എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടതും ചെയ്യേണ്ടതും. അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിന് ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. അത് എന്നിരുന്നാലും മരണം അനിവാര്യമാണ്, അതിനാർക്കും മോചനമില്ല. എന്നാലും ആ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് വരുന്ന അസുഖങ്ങളെ നമ്മൾ സധൈര്യം ഫേസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ചോദ്യം, അതായത് ഇപ്പോൾ ഒരുപാട് യങ് പ്ലെയേഴ്സ് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരുപാട് പ്ലെയേഴ്സ്, അതിൽ അവർക്ക് ഒരുപാട് ഫാൻസ്, ഒരു ഇഷ്ട ടീമിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ കറൻ്റ് കളിക്കുന്നവരിൽ ഒരു ഇഷ്ട കളിക്കാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയേണ്ടത്? ഇപ്പോൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കളിക്കാർ അഖിലേന്ത്യ അല്ല, മീൻസ് ഇന്റർനാഷണൽ ലെവലിൽ ഞാൻ ഇതുവരെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലെയറായിട്ട് സത്യം പറഞ്ഞാൽ മെസ്സി. ഞാൻ കഴിഞ്ഞ വേൾഡ് കപ്പിലും ബ്രസീൽ ഫാനാണെങ്കിലും മെസ്സിക്കൊരു ലോകകപ്പ് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും അത് പത്രക്കാരോടായാലും ആരോടായാലും തുറന്നു പറഞ്ഞ ഒരു വ്യക്തിയാണ്. കാരണം ഇത്രയും നമ്മൾ എന്താ പറയുക, ആ ഒരു കളിക്കാരൻ്റെ ഒരു കഴിവ് കണ്ടാൽ ഉള്ള മാതിരിയല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കഴിവ്. വേൾഡ് കപ്പിൽ തന്നെ ഒരു ബോൾ വലിച്ചു കൊണ്ടിട്ട് മറ്റേ കൊടുക്കുന്ന ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യൻ, ഒരുപക്ഷെ മിഷിഹ എന്ന് പറയുന്ന ഒരു കളിക്കാരൻ, അദ്ദേഹം ഒരു വേൾഡ് കപ്പ് കൈകൊണ്ട് ഏറ്റുവാങ്ങാതെ പോയ ഒരുപാട് പ്രഗത്ഭ കളിക്കാരുണ്ട്. ഏറ്റുവാങ്ങാൻ കഴിയാതെ പോയത് അത് അവരുടേതായ ദുഃഖമാണ്. അതിൽ ചില കളിക്കാരുടെ കാര്യം എടുത്ത് നോക്കിയാൽ നമുക്കും ദുഃഖം വരും. പക്ഷേ ഇത്രയും നല്ലൊരു പ്ലെയറായിട്ട് ഈ ലോകത്തുനിന്ന് ഒരു വേൾഡ് കപ്പ് വാങ്ങാൻ പറ്റാതെ, അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവൻ അർജന്റീന ജയിക്കട്ടെ, ഇയാൾക്കൊരു കപ്പ് കിട്ടട്ടെ എന്നാണ്. അഖിലേന്ത്യാ സെവൻസുകളൊക്കെ തന്നെയും ഇപ്പോൾ എണ്ണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്.
പക്ഷേ അതിൽ കാണികളുടെ എണ്ണം സെലക്റ്റീവായി പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ചില ടീമുകൾക്ക് മാത്രമായിട്ട് അതൊരു നല്ല പ്രവണതയാണോ ശരിക്കും? ആ കാര്യത്തിൽ ഇപ്പോൾ പിന്നെ പഴയ കാലങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ രീതിയിലേക്ക് ഇപ്പോൾ കളി വന്നിട്ടുണ്ട് സെവൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ചില ടീമുകൾക്ക് ഓഡിയൻസ് ഉണ്ട്, അത് ശരിയാണ്. എന്നിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ സംഘടന ചെയ്തു വെച്ചുകൊണ്ട്, അതായത് ഇപ്പോൾ ഡ്രോ മാച്ച് ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മുൻകൂട്ടി ഈ കമ്മിറ്റി ഒരു ഇത് നമ്മളെ ചീറ്റിംഗ് ആക്കും എന്നുള്ള രീതിക്ക് വരേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഡ്രോ മാച്ച് ഇല്ല, കളികൾ അന്നന്ന് തീരുമാനിക്കണം. അതുകൊണ്ട് എല്ലാ ടീമുകൾക്കും ആളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ചില ടീമുകൾക്ക് അത് അവരിപ്പം ഉണ്ടാക്കിയ കഴിവല്ല, പേരുകൊണ്ടും പഴയകാല ടീമുകളായതുകൊണ്ടും പിന്നെ ഇപ്പോൾ പുതുതായി വന്നിട്ട് അഡ്രസ്സ് ഉണ്ടാക്കിയവരൊക്കെയാണ് നല്ല ഓഡിയൻസിനെ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കുറഞ്ഞു പോകുന്നതായിട്ട് അനുഭവപ്പെടുന്നില്ല. ഇല്ല, എന്തായാലും ഫുട്ബോളിന് ആരാധകർ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുള്ളതാണ്. അതല്ലേ, കാരണം നമ്മുടെ നാടിൻ്റെ മനസ്സ് പോലെ ഒക്കെ ഐക്യത്തോട് കൂടിയിട്ട് അല്ലേ, പലപ്പോഴും കളിക്കളങ്ങളാണ് ജാതി മത ചിന്തകൾക്കൊക്കെ അപ്പുറത്തേക്ക്. സത്യം പറഞ്ഞാലും നമുക്ക് ഈ ജാതിയൊന്നും അറിയില്ലായിരുന്നു. ഞാനൊക്കെ ഈ സൂപ്പർ സ്റ്റുഡിയോ ടീമായിട്ട് കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുന്നാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലായത്. കാരണം പിന്നെ അവരൊക്കെ നല്ല മനുഷ്യന്മാർ തന്നെയാണ്, എല്ലാവരും പന്തിനെ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ ഒരു വിഭാഗീയത ആ കമ്മ്യൂണൽ ലെവലിൽ അനുഭവപ്പെട്ട് ഇവിടെ ഇപ്പോൾ സുരേന്ദ്രനും ഞാനും അജിത്തും മറ്റോലും മറിച്ചോലൊക്കെ ഞങ്ങൾക്ക് ഒപ്പം ഭക്ഷണം കഴിക്കണം, ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കണം, ഒപ്പം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം, ഒപ്പം യാത്ര ചെയ്യണം, ഒപ്പം കളിക്കണം. നമ്മളെ ചിന്ത അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് ഇവിടെ ഇങ്ങനെ ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാണ് ഇങ്ങനെയൊക്കെ ഉണ്ടോ. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കാസർഗോഡ് ഒരു സ്ഥലത്ത് കളിക്കുമ്പോൾ ഞാൻ ഓപ്പണായിട്ട് അങ്ങനെ പറയുന്നില്ലെങ്കിലും ജീവിതത്തിൽ വല്ലാത്തൊരു അനുഭവമാണ്. കളിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ തങ്ങളെന്ന് വിളിക്കുന്ന ഒരു ഇതുണ്ട്, ബാവാക്ക, സൂപ്പർ സ്റ്റുഡിയോ ബാവ, തങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ പിന്നെ കുറേ പിന്നെ തൊപ്പി വെച്ചോലും തൽപ്പാ വെച്ചോലൊക്കെ ഒരു ഭാഗത്തും, വാറുള്ളവർ മുണ്ടെടുത്തവർ വേറൊരു ഭാഗത്തും, ഇവർ തമ്മിലുള്ള പോർവിളിയും അപ്പോഴാണ് നമ്മളറിയണത്. പക്ഷെ അവർക്ക് പേച്ചു, നമ്മളെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് പേച്ചു പോയി. കാരണം എന്താ അറിയോ, സൂപ്പർ സ്റ്റുഡിയോ ഫുട്ബോൾ ടീം എന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്തിട്ട് ഗോൾ കീപ്പർ വേലായുധൻ എന്നാണ് അനൗൺസ് ചെയ്ത്. വേലായുധൻ്റെ ഫ്രണ്ട് പോലീസിൻ്റെ പ്ലെയർ കുട്ടെന്ന് ഞങ്ങൾ ഓമന പേരിട്ട് വിളിക്കും ഓന്. അപ്പോഴാണ് അവർ പറയുന്നത്, ആ തങ്ങളെ പോസ്റ്റിൽ നമ്മളെ ദൈവം കൂടിയോ, ദൈവം കൂടിയോ, അതുകൊണ്ട് നമ്മൾ തങ്ങളപ്പം തന്നെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി എൻ്റെ ടീമിനെ ജയി വിളിച്ച ഒരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് അതൊന്നും അറിയില്ല. പക്ഷെ ഓല് നമ്മളെ കണക്കൂട്ടിന്ന് അവർക്ക് വേച്ചു. കാരണം നമ്മളുടെ ഈ പൊതുവെ മലബാറിലും മലപ്പുറത്തൊക്കെ ഇപ്പോൾ ആര് എന്ത് വിഭാഗീയത ഉണ്ടാക്കാൻ നോക്കിയാലും ഫുട്ബോൾ ഇവിടെ ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ ഫുട്ബോൾ നിരോധിച്ചിട്ടേ വല്ല പ്ലാൻ നടക്കും. ഫുട്ബോൾ ഇവിടെ ഉള്ളിടത്തോളം കാലം വേർതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് കളിക്കാർ തമ്മിൽ ഹൃദയത്തോട് ഒട്ടി നിൽക്കുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ. അവിടെ ഒരു സ്പേസും ഒരു അനാവശ്യങ്ങൾക്കും ഒരു സ്പേസും ഇല്ല അവിടെ, മനസ്സിലായില്ലേ? സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഫുട്ബോൾ നിലനിൽക്കുന്നിടത്തോളം ഇവിടെ മാത്രമല്ല, ഇപ്പം ലോകത്ത് തന്നെ ചില ജാതി വെറിയ ടോക്കുകളൊക്കെ വരാറുണ്ട്. സത്യം പറഞ്ഞാൽ അതൊന്നും ഫുട്ബോളിന് നല്ലതല്ല. അവരൊക്കെ ഒറ്റപ്പെടുകയേ ഉള്ളൂ. അത് ഏത് വലിയ പ്ലെയർ പറഞ്ഞാലും ചെറിയ പ്ലെയർ പറഞ്ഞാലും അങ്ങനെ ശ്രമിച്ചാലും അവരൊക്കെ ഒറ്റപ്പെടും. ഫുട്ബോൾ ജയിക്കും. ജയപരാജയങ്ങളുടെ കളിയാണ് ഫുട്ബോൾ. ജയപരാജയങ്ങളുടെ കളിയാണ്. ഓക്കെ, ഫുട്ബോൾ ഈ കാര്യത്തിൽ ഫുട്ബോൾ ജയിച്ചുകൊണ്ടേയിരിക്കും. അത്രേ ഉള്ളൂ. ഒരു കുറച്ച് കാലം മുന്നേ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ വാക്കട് ഫുട്ബോളിനെ കുറിച്ച് മാത്രമേ ചോദിക്കാനുണ്ടായിരുന്നു ചോദ്യം. ഇപ്പോൾ അങ്ങനെയല്ല, അപ്പോൾ നമുക്ക് സിനിമാ നടനും കൂടിയാണ്. അപ്പോൾ സിനിമയെക്കുറിച്ചുള്ള സംഭവം, കാരണം അതിലേക്ക് എത്തിപ്പെട്ടൊരു സംഭവം കൂടി അറിയാൻ താല്പര്യമുണ്ട്. കാരണം അപ്രതീക്ഷിതമായിട്ടാണ് ബിഗ് സ്ക്രീനിൽ ബാഹുക്കനെ കാണുന്നത്. അതും സ്വാഭാവികമായിട്ടുള്ളൊരു പെർഫോമൻസ്. ബാഹുക്ക് എന്താണെന്ന് അറിയുന്ന ആളുകൾക്ക് ബാഹുക്ക് അതിൽ ഞാൻ യാദൃശ്ചികമായിട്ട്, അതായത് അഭിനയിക്കാൻ വേണ്ടി പോയതല്ല, ഞാൻ ചെയ്യാറുണ്ട്, ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ബിഗ് സ്ക്രീനിൽ ഞാൻ പ്രതീക്ഷയല്ല. ഞാൻ സക്കറിയ
ഒരു ദിവസം ഞാൻ മാക്സ് കളർ ലാബ് മഞ്ചേരി എൻ്റെ സ്ഥാപനത്തിൽ അവിടെ ഇരിക്കുമ്പോൾ കയറി വന്നു. മീശ മുളക്കാത്തൊരു ചെറിയ പയ്യൻ. എനിക്ക് ഇവനെ കളിയാക്കാമെന്നാണ് വിചാരിച്ച്. എന്നോട് സിനിമയ്ക്ക് വിളിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ സക്കരിയ എന്നെ കളിയാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചു. ഞാൻ വിട്ടു, ആയിക്കോട്ടെ ഞാൻ ആലോചിച്ചിട്ട് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് വിട്ട് പിന്നെ എൻ്റെ അടുത്തേക്ക് സക്രിയ വരാനുള്ള കാരണം തിരൂർക്കാട് ബാബു ഉണ്ട് മാനേജർ. ബാബു പറഞ്ഞു ബാവാക്കാനെ പോയി കണ്ടാൽ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ കിട്ടും. ബാവാക്കാനെ അങ്ങനെയാണ് സക്രിയ എൻ്റെ അടുത്ത് വരുന്നത്. ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കഥ. അപ്പോൾ ഞാൻ സക്രിയാനെ അവോയ്ഡ് ചെയ്തു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സക്കരിയ നമ്മളെ ഇടവണ്ണുള്ള അതിൻ്റെ സംവിധാനം ചെയ്ത് ഏതായാലും 3 ആള് മറ്റേ ഷാജു ഖാലിദ് ഇവർ 2-3 ആൾ വന്നപ്പോൾ എനിക്കിങ്ങനെ തോന്നിയത് കുറച്ച് ഗൗരവമുള്ള കേസാണല്ലോ. അപ്പോൾ ഒരു കേൾട്ടൺ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ ഞാൻ. അപ്പോൾ എനിക്കിങ്ങനെ മണത്തു. ഇതിപ്പോൾ സക്രിയാനെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. അവൻ്റെ പഴയ പെർഫോമൻസുകളും അവൻ്റെ ഡോക്യുമെൻ്ററികളൊക്കെ കുറിച്ച് ഞാൻ പിന്നെയാണ് അറിയണത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു. അത്രയും ചെറുപ്പത്തിൽ അങ്ങനെ ഒരു കഴിവ് സക്രിയാക്ക് ഉണ്ടല്ലോ എന്നുള്ളത് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ വിഷയമാണ്. എന്തായിരുന്നു ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് എന്തായിരുന്നു? വളരെ രസകരമായിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. അവിടെ എല്ലാവർക്കും ഡ്രസ്സും മേക്കപ്പ് മാനും ഇസ്ത്രിക്ക് ഇടാനുള്ള ആളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബുള്ളറ്റിൽ പോകണം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കാറിൽ പോകണം. എൻ്റെ വേഷം, എൻ്റെ ജുബ്ബ, എൻ്റെ പാൻറ്, എൻ്റെ തൊപ്പി. കാരണം എനിക്ക് അവിടെ അഭിനയിക്കേണ്ട വിഷയമൊന്നും വന്നിട്ടില്ല. എന്താണ് അതെ, ഞാൻ സത്യം പറഞ്ഞാൽ അഭിനയം അറിയാത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ ജീവിച്ചു പോയി മാത്രം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും മികച്ച കഥാപാത്രം ചെയ്യാൻ പറ്റി. അത് അവിടെയാണ് പോയിന്റ്. ഫുട്ബോളിന് ഏറ്റവും വലിയൊരു അസറ്റാണ് ആ ടീം നമുക്ക് സമ്മാനിച്ചത്. സക്രിയ ടീം ഒരു ട്രിബ്യൂട്ടാണ്. അത് കാണുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും അത് അവരുടെ കഥയെന്ന് തോന്നും. അതാണ് അതിൻ്റെ വലിയൊരു പ്രത്യേകത. ഏതൊരു മാനേജർക്കും തോന്നുന്നത് ഇതിനെ കുറിച്ചാണോ? കാരണം അത് അവരൊരു മാനേജർ അനുഭവിക്കുന്ന വേദന മുഴുവൻ അതിലുണ്ട്. അതൊരു ഗിഫ്റ്റാണ് സത്യത്തിൽ. ആ ടീം നമുക്ക് അന്നൊരു ഗിഫ്റ്റാണ്, ഒരു അസറ്റാണ്. എന്തായാലും അവർ അപ്രീഷിയേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും. ഓക്കെ. എന്തായാലും കുറച്ച് സമയം നമ്മളോടൊപ്പം ഈ ഒരു സംഭവമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടി. ബാവാക്കാൻ്റെ ഒരുപാട് എക്സ്പീരിയൻസ്, കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടിയുള്ളൂ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. ഇനിയും ഒരുപാട് നല്ല മനോഹരമായ ചിത്രങ്ങൾ. കാരണം സംഘാടകൻ എന്ന നിലയിലും കളിക്കാരെന്ന നിലയിലും താങ്കൾ ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട് ചരിത്രം. ചിത്രകാരൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ചരിത്ര നമ്മൾ പറഞ്ഞത് സംസാരിച്ചതിൽ ഇനിയും ഒരുപാട് നല്ല ചിത്രങ്ങൾ പുറത്ത് വരാനുണ്ട്. അത് കണ്ടത് കാണാനുള്ള അതിമനോഹരം എന്നാണല്ലോ. ഏറ്റവും മനോഹരമായിട്ടുള്ള നല്ല ചിത്രങ്ങൾ വരട്ടെ. എന്തായാലും ഞങ്ങളോട് അല്പസമയം ഇവിടെ ചെലവഴിച്ചതിന് നന്ദി. ഓക്കെ, താങ്ക് യു.